നമസ്കാരം. സ്ത്രീ വിജയങ്ങളുടെ ചരിത്രവേദി. ഇത് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് റെഡ് കാർപ്പറ്റിൽ ഇന്നും നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നിതയും പ്രോമിയാണ്. രണ്ടുപേരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അതെ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ സന്തോഷം അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ ഉണ്ടാവുമല്ലോ. അല്ലേ കളയരുത്. ഇല്ല, നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്റെ കയ്യിൽ. അത് നിങ്ങൾ തടപടയെന്ന് ആൻസർ പറയണം. അപ്പൊ മനസ്സിൽ തോന്നുന്ന ആൻസറുകൾ ഇങ്ങനെ ആദ്യം പറയാം. ആദ്യം നമുക്ക് നിതയുടെ തന്നെ ചോദിച്ചോളാം. ഓക്കെ, ഈ നിതയ്ക്ക് പാർട്ട്ണറിൽ ഇഷ്ടപ്പെടാത്ത 3 ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രോമി പെട്ടെന്ന് ദേഷ്യപ്പെടും. സ്വാഭാവികം. രണ്ടാമത്തെ, എനിക്ക് ചോദിച്ചാലും അതിനൊരു ക്ലിയർ ആൻസർ ഇല്ല. എന്താണ് ഇഷ്ടം, എന്താണ്, ഇതിനൊന്നും ആൻസർ ഇല്ല. നമ്മളെല്ലാം ഊഹിക്കണം. നമ്മളെല്ലാം ഊഹിച്ചങ്ങ് ചെയ്യുവാണ്. മൂന്നാമത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ, അത് ആലോചിക്കേണ്ടി വരും. രണ്ട് ഇഷ്ടമില്ലാത്ത ഷുവർ ആയിട്ടുണ്ട്. മൂന്നാമത്തത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളുള്ളൂ. ഇവിടെ പറയാൻ പറ്റാത്ത കൂർക്കം വലിയാണോ? കൂർക്കം വലിക്കാറില്ല. ഇല്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ള കൺഫ്യൂഷനിലാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും കിച്ചണിൽ നിൽക്കുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഓ, വെരി ബാഡ്, നോട്ടി ബോയ്. എല്ലാ പണിയും ഞാൻ എടുക്കണേ. വീട്ടില് അടിച്ചു വാരി തുടക്കല്, കഴുകല്, എല്ലാം കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വന്നിട്ട് ഞാനിത് മുഴുവൻ ചെയ്ത് ചോറ് വെക്കണം, അത് ഊറ്റണം, വാർക്കണം. പിന്നെ രാത്രി ഞാൻ കിടക്കുമ്പോ 12 മണിയാവും. ഞാൻ വന്ന് കിടക്കുമ്പോഴേക്കും പുള്ളിക്കാരി ഉറങ്ങിയിട്ട്. ചോറ് എങ്ങനെ വെക്ക? ചോറ് വെക്കാൻ അരി വേണം, കലം വേണം. എനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഉത്തരത്തിന് ശരിയായിട്ടുള്ള ആൻസർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഞാനാണോ? ആദ്യം എഴുന്നേൽക്കുമ്പോ തന്നെ പ്രാർത്ഥിക്കും. അതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വളരെ ഒരു കുലസ്ത്രീയായ സ്ത്രീയാണ് ഞാൻ. മൈ ഗോഡ്. ഇനി റെഡ് കാർപ്പറ്റിന്റെ ആങ്കറായി ഒരു ക്ഷണം കിട്ടിയാൽ സ്വീകരിക്കുമോ? പിന്നെ എപ്പോ ഇവിടെ ഇരുന്നോ? ഇപ്പൊ വേണ്ട, സമയമാവുമ്പോ ഞാൻ വിളിക്കും, അപ്പൊ വന്നാ മതി. ഞാൻ റെഡി. എനിക്കൊരു 52 വയസ്സാവട്ടെ, എന്നിട്ട് ഞാൻ റിട്ടയർഡ് ചെയ്യുള്ളൂ ഈ കസേര. അപ്പോഴേക്കും 36 വയസ്സാവും. അതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമില്ല. അല്ല, അപ്പോഴേക്കും എനിക്ക് 36 ആവുള്ളൂ. 36 ആണോ 63 ആണോ? അല്ല, 36. ഇനി എസ് ഓർ നോ ആയിട്ടാണ്. എസ് ഓർ നോ, പെട്ടെന്ന് പറയണം. പ്രായം കുറച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. യെസ്. ഓക്കെ. സ്വന്തം ഫോണിന്റെ പാസ്വേഡ് പാർട്ട്ണറിനെ അറിയിക്കുമോ? തീർച്ചയായിട്ടും അറിയാം. യെസ്, അറിയാം അല്ലേ? ഓക്കെ, സൂപ്പർ. അപ്പൊ വളരെ ഗംഭീരമായിട്ട് ഈ റൗണ്ട് നിത കഴിഞ്ഞോ? പാസ്വേഡ് അറിയാലോ അല്ലേ? അറിയാലോ അല്ലേ? പിന്നെ മറക്കാൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പേടി അല്ലേ? പാസ്വേഡ് കൊടുക്കുന്നത് എന്താ കുഴപ്പം? അതുമല്ല, സമാധാനമായ കുടുംബജീവിതത്തിന് അതൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് റോമിയോടുള്ള ചേട്ടനോട് ക്വസ്റ്റ്യൻ ആണ്. പെൺകുട്ടികൾ വേണം, കുഞ്ഞുങ്ങളായിട്ട് പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ. ആക്ടിങ് ഒഴികെ താഴെ പറയുന്ന ആക്ടേഴ്സ് ഏത് പ്രൊഫഷണൽ ചെയ്താലായിരിക്കും നല്ലത്, അവർക്ക് സ്യൂട്ട് ആവുന്നത്? കേട്ടോ. അപ്പൊ ഫസ്റ്റ് മോഹൻലാൽ, അദ്ദേഹം ആക്ടർ അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻ അദ്ദേഹത്തിന് ചേരും? നല്ലൊരു ഹോട്ടൽ ബിസിനസ്. ഒരു അങ്ങനത്തെ ഒരു ബിസിനസ്. ഇന്നസെന്റ് അങ്കിൾ, തീപ്പെട്ടി കമ്പനി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ തീപ്പെട്ടി കമ്പനി. ഫഹദ് ഫാസിൽ ഒരു പ്രൊഫസറായിട്ട് വന്നേനെ. പ്രൊഫസർ. പൃഥ്വിരാജ് ഒരു ഫൈറ്റ് മാസ്റ്റർ. മറ്റേ കരാട്ടെ, കുങ്ഫു അങ്ങനെയൊക്കെ. ഓക്കെ, സൂപ്പർ. ഇനി സ്നേഹം തോന്നുമ്പോൾ ഭാര്യയെ വിളിക്കുന്ന പേര്? ഓന്തുമോറി. അപ്പൊ സ്നേഹം തോന്നുമ്പോ ഓന്തുമോറി എന്നാണെങ്കിൽ അപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് ഇതായിരിക്കും? ദേഷ്യം വരുമ്പോ മിണ്ടില്ല, ദേഷ്യം വരുമ്പോ നിതാ, ഓന്തുമോറി. ഇനി അടുത്തത് വീണ്ടും ചേട്ടൻ എസ് ഓർ നോ പറയണം. ഓക്കെ. കല്യാണം കഴിച്ചത് ഒരു മണ്ടത്തരമാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നോ. നരേന്ദ്രമോദിയാണ് നമ്മുടെ രാഷ്ട്രപതി? നോ. സത്യം ആണോ? നോ ആണ് എന്റെ ആൻസർ. ആണോ? ശരി. ഭാര്യയുടെ പേര് ചേഞ്ച് ചെയ്യണമെന്ന് ഒരു ചാൻസ് കിട്ടിയാൽ ഏത് പേരായിരിക്കും ചൂസ് ചെയ്യാ? ഓന്തുമോറി. മിസ്സിസ് ഓന്തുമോറി അല്ലേ? ഓന്തുമോറി പ്രോമി. വാ, ഗംഭീരം. അടിപൊളി. പക്ഷെ രണ്ടുപേരും രസകരമായിട്ട് ഈ ഒരു സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്തു. അതായത് മനസ്സിൽ തോന്നിയ ആൻസർ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഒട്ടും അതിൽ കള്ളത്തരം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സമ്മാനം നിങ്ങൾക്ക് തന്നേ പറ്റൂ.
ചെറിയൊരു സമ്മാനം ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വക. ഓക്കെ ഓക്കെ, ഗുഡ്. സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യുന്ന സമയമാണ്. ഈ വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലു മോൾ. ഇത് അല്ലു മോൾ, എൻ്റെ മോളാണ്. ഇവളെ 1-ാം വയസ്സിൽ കേൾവി നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് സംസാരശേഷിയും നഷ്ടപ്പെട്ടു. അതിനുശേഷം മുംബൈയിലായിരുന്നു പപ്പയുടെ ഒപ്പം. അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്നു പപ്പ. ഇവിടെ നന്നായി പടം വരയ്ക്കുമായിരുന്നു ചെറുതിലേ തൊട്ടേ. അങ്ങനെ അവിടെ നിന്നും പിന്നെ ഞങ്ങൾ ഡ്രോയിങ് പഠിക്കാൻ വിട്ടു. അങ്ങനെ അവൾ ഒരുപാട് സമ്മാനങ്ങൾ 450-ലധികം സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. +2-ന് ശേഷം ഇപ്പോൾ നിഷിൽ BFA പഠിക്കുന്നു. അവിടെയും പഠനത്തിലും അതുപോലെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമായിരുന്നു. അല്ലുമോളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സാധാരണ കുട്ടികളെ പോലെയല്ല. അല്ലുമോള് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു. സ്കൂളിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരാളാണ്. ഇപ്പോൾ തന്നെ യൂത്ത് ഫെസ്റ്റിവലിന്, കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് കൊലാഷിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നാടോടി നൃത്തത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നല്ലൊരു സ്റ്റുഡൻ്റാണ്. ഐ വിഷ് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിനെല്ലാം അല്ലുമോള് ഒരു അഭിമാനം തന്നെയാണ് നമുക്ക്. വനിതകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഷോയിലേക്ക് കേൾവിയില്ലാത്ത ഒരു കുട്ടി എന്ന നിലയിൽ അവൾക്ക് കിട്ടിയ ഈ അവസരം വളരെയധികം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പേര്? എൻ്റെ പേര് ശരണ്യ. ശരണ്യ, അല്ലു റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലു മോളുടെ കൂടെ വന്നിരിക്കുന്നത് ആരാണെന്നുള്ളത്. അല്ലുവിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കുറച്ച് കേൾവിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അല്ലേ? ട്രാൻസ്ലേറ്ററാണ്. സോ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? നമ്മൾ നിഷിൽ പഠിക്കുന്നതാ. അല്ലു അവിടെ ഡിഗ്രി കോഴ്സ് ചെയ്യുന്നത്, ഞാൻ അവിടെ ഡിപ്ലോമ സൈൻ ലാംഗ്വേജ് ഡിപ്ലോമ ചെയ്യുന്നതാ. നിഷ് എന്ന് പറഞ്ഞിട്ടാ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്? അതെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ആൻഡ് സ്പീച്ച്. അവിടെയാണ് പഠിക്കുന്നത്. അല്ലുവിന് കുറച്ചൊക്കെ കേൾക്കാം, കുറേശ്ശെ പറയും. ഓക്കെ, സുഖാണോ? സുഖാണ്. അല്ലുവിന് ഏത് ഡാൻസ് ഫോമാണ് ഇഷ്ടം? നോർമലായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്ന ഫോക്ക് ഡാൻസ് ആണ്, അല്ലേ? അല്ലുവിന് ഏതാണ് ഡാൻസ് കളിക്കുമ്പോഴാണോ കൂടുതൽ കംഫർട്ടബിൾ, അതെയോ ഡ്രോയിങ് ആണോ കൂടുതൽ? ഏറ്റവും ഫേവറേറ്റ് ഏത് ചെയ്യുമ്പോഴാ? ഡ്രോയിങ് ആണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? ഇനി ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അമേരിക്കയിലൊക്കെ പോയി. അങ്ങനെ അല്ലേ? വാവ്. എനിക്ക് തോന്നുന്നു അല്ലു ഡാൻസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതേപോലെ ഗുരുക്കന്മാർ ആരെങ്കിലും ഫ്രണ്ടിൽ നിന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും, അല്ലേ? കാരണം ഋതം കേൾക്കാൻ പറ്റാതെ വരുമ്പോ അപ്പൊ അല്ലുവിന് ആ സമയത്ത് ഒന്നും ബ്ലാങ്ക് ആയിരിക്കും, അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു കമന്റ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. സാറ് നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് ആ ഒരു ട്രെയിനിങ് സെക്ഷൻ എന്ന്. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ താങ്കളാണ് അല്ലുവിന്റെ മാഷ്, അല്ലേ?
അപ്പോൾ മാഷ് എങ്ങനെയാണ് അതായത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും പ്രത്യേക രീതി ഉണ്ടോ? ഞാനിപ്പം അല്ലുവിനെ പരിചയപ്പെട്ട് 2 മാസമായുള്ളൂ. അതിന് മുമ്പ് ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 മാസം ഫുൾ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. ഒരു 5 ക്ലാസ് കിട്ടിക്കാണും കോളേജിലെ ക്ലാസ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക്. എന്നാലും പെട്ടെന്നത് അവള് ശരിയാക്കി എടുത്തു. അത് ശരി. അപ്പൊ മാഷ് ഒരു പാട്ട് വെച്ചിട്ട് ആ താളത്തിനനുസരിച്ച് സ്റ്റെപ്പുകൾ കാണിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അത് കാണാതെ പഠിക്കുന്നു. ഞാൻ എൻ്റെ ഡാൻസ് സ്റ്റെപ്സുകൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് കളിച്ച് കാണിക്കുമ്പോൾ അവളത് കണ്ടിന്യൂസ്. പക്ഷേ ഒരു സംശയമാണ്, ഇവരുടെ ഉള്ളിൽ ആ സമയത്ത് മ്യൂസിക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ മുഖത്താണ് അവരുടെ ഡാൻസും പാട്ടും എല്ലാം, താളം എല്ലാം, എല്ലാ താളവും എല്ലാം എന്നിലാണ്. അതാണ് ചോദിച്ചത്. ഗ്രേറ്റ്. അത് ശരി. അപ്പൊ ശരിക്കും ഭയങ്കര അത്ഭുതമാണല്ലേ? അതെ അതെ. അത് ഏത് ഡാൻസ് ഫോമും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാസ്റ്റർമാര് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കും. നമുക്ക് അല്ലുവിന്റെ അമ്മയെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? ലെനി മധു. ഓക്കെ. ഈ അല്ലു മോൾ എന്നുള്ള പേര് ആരാ ഇട്ടത്? അല്ലുവിന്റെ മാമൻ. അല്ലുവിന്റെ മാമനാണ്. സാർ അത് പറഞ്ഞപ്പോൾ എൻ്റെ പെട്ടെന്ന് സൗണ്ട് ഇടറിയത്. ആ മാമൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 7 മാസമായി മരിച്ചിട്ട്. 7 മാസമായി. കുട്ടിക്കാലത്ത് ഒരു ഒന്നാമത്തെ പിറന്നാളിൻ്റെ അന്നാണ് കുഞ്ഞിനിങ്ങനെ കേൾക്കില്ല എന്ന് മനസ്സിലായത്. സാധാരണ സൗണ്ട് കേൾക്കുമായിരുന്നോ? കേൾക്കുമായിരുന്നു. ശേഷം പോയതാണല്ലേ? പിന്നെ പ്രീമച്ചുർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്തു. അപ്പം 1ാമത്തെ പിറന്നാളിൻ്റെ അന്ന് പെട്ടെന്ന് സൗണ്ട് ചേഞ്ചായി. പിന്നെ നമ്മൾ ഒരു ടോയ്സിൻ്റെയൊക്കെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ സംസാരിക്കുന്നതും പിന്നെ ബുദ്ധിമുട്ടായിട്ട് അതിനുശേഷം പിന്നെ കുറച്ച് സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്തു. കുറച്ച് ബെറ്ററായി. അപ്പൊ എങ്ങനെയാണ് ട്രീറ്റ്മെന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഇല്ല, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു. അതായത് കോക്ലിയയ്ക്കാണ് പ്രശ്നമേ. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ കൊണ്ടുപോയി. പക്ഷെ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അപ്പോൾ അന്ന് ഇത്രയും കോക്ലിയർ ഇംപ്ലാന്റ് അഡ്വാൻസ്ഡ് ആയില്ലായിരുന്നു. അപ്പം അപ്പോഴത്തേക്കും ഉള്ള കേൾവിയും കൂടെ ചിലപ്പോൾ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞപ്പം അത് ചെയ്യാൻ അത് ശരി. അപ്പൊ പഠിക്കാനൊക്കെ നല്ല മിടുക്കിയാണ്. കുഴപ്പമില്ല. അതിലിടയിൽ ആരോ ഇങ്ങനെ പറഞ്ഞു എന്തോ സിവിൽ സർവീസിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ടോ? അതെന്തുകൊണ്ട് ആ ഒരു ആഗ്രഹം വരാൻ കാരണം? ഡെഫിനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സഹായിക്കാനും വേണ്ടിയിട്ടാണ് അത് ചൂസ് ചെയ്തത്. നമുക്ക് ടീച്ചർ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ടീച്ചറുടെ പേര്? സ്മിത സോമശേഖരൻ. അപ്പം 7ാം ക്ലാസ് വരെ നോർമൽ സ്കൂളിലാണ്. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ അപ്പം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, കാരണം നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു മോള് 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാനന്ന്. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളുടെയും കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ അവളെ കൂട്ടി. എല്ലാ ടീച്ചേഴ്സും സ്പെഷ്യൽ കെയർ കൊടുത്തു. അങ്ങനെ 7th വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. 7th ആയപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു വേറൊരു സ്കൂളിലോട്ട് കൊണ്ടുപോകണം. കാരണം ഇവിടെ നമ്മൾ എല്ലാ ക്ലാസ്സും അങ്ങ് ജയിച്ചു പോകും. പക്ഷേങ്കിൽ കുഞ്ഞിനൊരു ബേസ് കിട്ടത്തില്ല. പിന്നെ അവളുടെ ടാലൻസ് ഒക്കെ മുന്നോട്ട് പോകണമെങ്കിലും വേറൊരു സ്കൂളിൽ പോയേ പറ്റൂ. അങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ഇദ്ദേഹത്തെ കൂടെ നമുക്ക് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് അനീഷ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മോളെ ഒരിക്കലും കോസ്റ്റ്യൂമും എന്നതാണ്. അസലായിട്ടുണ്ട്. നല്ല ഒരു കോസ്റ്റ്യൂം, കളർഫുൾ ആയിട്ട് ഒരു പഞ്ചവർണ്ണ തത്ത നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും പരിചയപ്പെട്ട സന്തോഷം. അപ്പൊ നമുക്ക് പെർഫോമൻസ് കണ്ടു കളയാം അല്ലേ? ഓക്കെ, റെഡി? ഓൾ ദി ബെസ്റ്റ്. வாங்க வாங்க வாங்க, சின்ன குருத்தி சொல்லும் செல்ல கதை கேளுங்க. புனிதமான கதை கேட்டு பட்டு சேல கொடுங்க. கதை சொல்லுன்னு சிங்கார பொண்ணுக்கு சேலை நீ கொண்டு தாடி, சேலை நீ கொண்டு தாடி. பொன்னா அண்ணா உனக்கு தெரியுமா? அந்த பொன்னாரு என்றது தெரியுமா? தெரியாதா? சென்று கேளடா.
அடி யாரடி நீ யாரடி நான் ஒரு பாவம் பொண்ணு தொந்தரவேனையா புதுசிந்த ஊரு எனக்கு கலாட்ட எதுக்கையா ஆனா எதுக்கு அங்க வந்த அங்க கேட்டேன் நான் இங்கே கேட்டேன் நான் கோபிகமார் சொல்லி கேட்டேன் கோபபால வாழ்த்து கேட்டேன் நீலமேக வண்ணன் ஒரு சின்ன கண்ணனை பார்க்க ஓடி 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 தேடி வந்ததண்ணா இங்கே வந்ததண்ணா சொல்லித்த அண்ணா அண்ணன் எங்க இருப்பதண்ணா பார்க்கணும் கண்ணனை பார்க்கணும் கண்ணனை பார்க்கணும் ஆடு மாடு கூட்டம் தாண்டி யமுனதன்று நீராடி நந்த கோபன் நந்தனனை தேடி வந்தம்மா நந்த கோபன் நந்தனனை தேடி வந்தம்மா காட்டிடு கண்ணனை காட்டிடு கண்ணனை காட்டிடு தந்தனத்தானே தந்தனத்தானே தாலாட்டும் மாயப் பெண்கள் மாறி நில்லடி பாலூட்ட பூதனுக்கே மோகம் பெருகுதடி எங்கேயா கார்வர்ணன் எங்கேயா கோபபாலன் கைவள கால் தல கிளங்குவதெங்கே இவனையா நான் கொலை செய்ய வேண்டும் முடியாது எனக்கு முடியாது எப்படி கொலை செய்ய முடியும் பாரடி இவனின் சிரிப்பு சிங்கார கண்ணில் கடலு பிஞ்சிளம் கால்களோ மலரே கை கூப்பி கும்பிட மோகன் கை நீட்டி கொல்ல நியோகம் முடியாது எனக்கு முடியாது மாமனரை பார்த்து தாய் மனம் கொண்ட பலிபுத்ரி ரத்னமாலா பாலுட மோகம் வரமாய் கேட்டேன் பூதனையாய் இங்கு வந்தேன் முளையூட்ட பாக்கியம் வரமாக தந்தாய் பரபிரம்மா சின்ன கண்ணா பரபிரம்மா சின்ன கண்ணா பரபிரம்மா சின்ன கண்ணா வாடி சிங்காரி குரத்தி பெண் கிட்ட வெக்கம் வாடி பட்டு சேல குடுக்காட்டி பரவாயில்ல கை தட்டு தட்டி தட்டு தட்டி அன்பு குடுடி கை தட்டி 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 அன்பு குடுடி கை தட்டி 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 அன்பு குடுடி അപ്പോൾ ആദ്യം മാഷിൻ്റെ അടുത്ത് ചോദിക്കാം. മാഷ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് അല്ലു അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിനൊരു ആത്മസംതൃപ്തിയൊക്കെ തോന്നിയോ? തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കുട്ടി ചെയ്യുമ്പം നമ്മൾ ആ വേദിക്ക് ഫ്രണ്ടിൽ ഇരിക്കുമ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഒത്തിരി. അപ്പം വളരെ സന്തോഷം. ചില അധ്യാപകര് തയ്യാറാവാത്ത അധ്യാപകരുണ്ട്. മാഷും ആ ഒരു സമയം എടുത്ത് അതിനു വേണ്ടി പരിശ്രമിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു വലിയ പ്രണാമം. സന്തോഷം. மாங்கண்ணி நீ யாரே சொல்லடி அடி அண்ணலடக்காரி நீ சொல்லடி கோகுலத்தில் எங்கேயும் பார்த்ததில்லையே. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം അല്ലുവിനെയും അല്ലുവിൻ്റെ കൂടെയുള്ള അച്ഛനെയും അമ്മയും അതുപോലെ ഗുരുക്കന്മാരെയും എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ചാച്ച ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആണെങ്കിലും എല്ലാം നമ്മുടെ അടുത്ത് എല്ലാ വിശേഷങ്ങളും വളരെ ഓപ്പണായിട്ട് ജെന്യൂനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തു. നിങ്ങളുടെ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങളുടെ കുസൃതിയാണെങ്കിലും എല്ലാം
അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ കലാകാരിയും പുതിയ അതിഥിയും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും. സോ കീപ് വാച്ചിങ് us. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, take care and bye bye. This is Red Carpet.